എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയ്. ഞാൻ പെണ്ണ് കെട്ടാൻ പോവാ. പോടാ പോ. പ്രായം കൊണ്ടാക്കാൻ വന്നേക്കുന്നത് ഇപ്പൊ ആരെ ഇരിക്കുന്നിടത്ത് പൊതിക്കും ഞാൻ. പോ എടോ, ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ കെട്ടാൻ പോവാ. പോ. അമ്മേ ഇവനെ വിളിച്ചോണ്ടോ. ഇവന് പ്രാന്ത കണ്ട ഞാൻ എടുത്ത് പോ. കളിക്കല്ലേ കാര്യമായിട്ടാ. എനിക്ക് തന്നെ അഭിപ്രായം അറിയണം. അഭിപ്രായം? ഇവിടെ ഒരു പവർ പോലെ ഇരിക്കുമ്പോ അച്ഛനും അമ്മ ഇതിന് അമ്മയ്ക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ച് നാളെ പെണ്ണിന്റെ വീട്ടിൽ പോവാ. ഇവിടെ എന്തുവാടാ? എടാ ഞാൻ ഈ വീട്ടിലൊന്നും അല്ലയോ. എന്നെ എന്താ പറമ്പീന്ന് കളച്ചെടുത്തയോ? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. താനെന്തിനാ എന്നോട് ഊപ്പിക്കുന്നേ? ഓ മോനെ സുനീഷേ, ഇതിവിടെ അടക്കത്തില്ല. ചേട്ടൻ കെട്ടിയിട്ട് മതി അനിയൻ കെട്ടുന്നത്. അതിന് എനിക്ക് പെണ്ണുണ്ടാ? സുനീഷേ മോനെ, എന്നെ ഇമോഷണൽ ഡാമേജ് ആക്കല്ലേ. നീ എന്നെ ഇമോഷണൽ ഡാമേജ് ആക്കരുത്. ഇയാളിനി എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ കെട്ടും. എന്നാലും ഇനി ഒട്ടും. എന്നാ എന്നെ തട്ടും. പറയട്ടെ, താൻ ആരാ വെച്ചേ? എടോ, താൻ പറയുന്നൊന്ന് കേക്ക്. എടോ, എന്റെ പെണ്ണിന്റെ വീട്ടിൽ ആലോചനകൾ വരുന്നുണ്ട്. വല്ല കാപ്പിയും മൂഞ്ചാൻ വരുന്നവൻ അവളെ കൊണ്ടുവന്നതിന് മുമ്പ് എനിക്ക് അവളെ കെട്ടണം. അല്ല, ഈ കെട്ടിക്കഴിഞ്ഞിട്ട് അവളെ എങ്ങോട്ട് കൊണ്ടുവരും? വീട്ടിലോട്ട് കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ കിടത്തും. എന്റെ റൂമിൽ കിടത്തും. നിന്റെ റൂമോ? എടാ നീ വരുന്നതിന് മുമ്പ് അത് എന്റെ റൂമായിരുന്നു. നീ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ റൂമായി. ഇനി അവള് വരുമ്പോ ഞങ്ങളുടെ റൂമാവും. അപ്പൊ ഞാൻ എവിടെ കിടക്കും? താ ആളി കിടക്കണം. ഒരു ആളിലും ഇല്ല. ഞാൻ എന്റെ റൂമിൽ കിടക്കും. വേണേ അവളെ പിടിച്ച് നമ്മളെ നടുക്കിടത്തിക്കും. അവിടെ തോന്നിയ ദിവസം പറഞ്ഞോണ്ടല്ലോ. എന്തുവാണോ ഇത്? അമ്മേ വിളിക്ക്, അമ്മയെ വിളിക്ക്. റൂം ഭാഗം വെക്കാം. കട്ടിലിന്റെ വേണ്ടെങ്കിൽ മതില് കെട്ടാം. അത് ദിനേശേ, താൻ കളിക്കല്ലേ. തന്റെ ഈ സ്വഭാവം കൊണ്ടോ തനിക്ക് പെണ്ണ് കിട്ടാത്ത. എടോ, തനിക്കൊരു പെണ്ണ് കൊണ്ടൊരു ബണ്ണ് പോലും കിട്ടത്തുള്ളൂ. സുനീഷേ, ഞാൻ സെൻസിറ്റീവ് ആണ്. എന്നെ ഇമോഷണൽ ഡാമേജ് ആക്കരുത്. എന്നെ ഡാമേജ് ആക്കരുത്. ഓടാ, എന്നെ ഡാമേജ് ആക്കരുത്. ഞാൻ പോവാടാ. ഞാൻ ചാവാൻ പോവാടാ. എന്നെ ഇമോഷണൽ ഡാമേജ് ആക്കുന്ന നീയൊക്കെ ഡാമേജ് ആക്കുന്നത്. ഞാൻ സെൻസിറ്റീവ് ആടാ. പന്നിയാളെ.